ആ ഒരു സ്പേസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്പേസ് നമ്മളെ ഒരു മോൾഡ് ചെയ്യുന്ന ഒരു, നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്, നമ്മൾ ഒരു ഡെയറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങിയിട്ട് 5 കൊല്ലം ആവാറാവുന്നു. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു, കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്തു. ഇനി അങ്ങനെ ധൈര്യം ഉണ്ടാവും എനിക്കറിയില്ല. 2 ഷോട്ടിൽ മാത്രം വന്നു പോകുന്ന അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിക്കും വ്യക്തമായിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. അതിന് എനിക്കൊരു റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, പരിചയമുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പം അതിലൊരു ഡയലോഗ് ഉണ്ട്, പുള്ളി പല കാര്യത്തിലും പെക്യുലിയർ ആണല്ലോ എന്ന് പറയുന്ന ഡയലോഗ്. അങ്ങനെ ഒരു പെക്യുലിയാരിറ്റി എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അടുത്തറിയാൻ പറ്റുകയോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം പക്ഷെ എൻ്റെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു ജേർണി ഇതിൽ നടന്നിട്ടുണ്ട്. ജിയോ ചേട്ടൻ്റെ കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഉണ്ട്. അപ്പോൾ ജിയോ ചേട്ടൻ പറഞ്ഞു, അപ്പോൾ ജിയോ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ജിയോ ചേട്ടൻ മനസ്സിലുണ്ട്, കണക്ട് ചെയ്ത് തരാമെന്ന്. അപ്പം ജിയോ ചേട്ടനിലൂടെ ആയിരുന്നു ജിയോ ചേട്ടനിൽ എത്തിയത്. വൈ ദാറ്റ് സീൻ എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്കൊന്ന് എല്ലാവരും, ക്രൂവിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് തന്നെ ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. ദ ക്യൂ ഷോ ടൈമിൽ ശരൺ വേണുഗോപാൽ, വെൽക്കം. ഇന്നലെയാണ് സിനിമ കാണുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കിക്ക് ചെയ്തത് കഴിഞ്ഞ കുറച്ച് കാലയളവിൽ തിയേറ്റർ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാഗിൽ പല ജോണറിൽ സിനിമകൾ വരുന്നു. നമ്മൾ കുറച്ചും കൂടെ ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ എല്ലാത്തരം വർക്കാവുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റഷ് റിവ്യൂ വരുന്ന സിനിമകളിലെല്ലാം ഒരു ഫോർമുല ഇവർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു അണ്ടർലൈൻ ഫോർമുലയുണ്ട്. കൃത്യമായിട്ടുള്ള ഹൈ ലോ പോയിന്റുകൾ വെച്ച് അതിൽ സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. നാരായണൻ്റെ മൂന്നാം മക്കൾ ഞാൻ കാണുന്ന സമയത്ത് അവിടെ എനിക്ക് സിനിമ കുറച്ചുകൂടെ പേഴ്സണൽ ആവുന്നത് ഭയങ്കര അറിയുന്ന ഏതൊരു സ്പേസാണ്. കുറേ റൂട്ടഡായ മനുഷ്യന്മാരാണ്. അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊട്ടഗണിസ്റ്റിനൊപ്പം കൂടാം, ചിലപ്പോൾ ആൻറ്റഗണിസ്റ്റിനൊപ്പം ആയിരിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആക്ടറിനൊപ്പം ആയിരിക്കാം, ക്യാരക്ടറിനൊപ്പം ആയിരിക്കാം. ഇവിടെ നമുക്ക് ഇവരെല്ലാവരും അറിയാം. പല ആൾക്കാരും സ്വിച്ച് ചെയ്ത് അവർക്ക് കൂടെ കൂടാൻ തോന്നുന്നുണ്ട്. ഈ നാരായണി സെറ്റ് ചെയ്യുന്നത് അതിലൊരു ഇൻറ്റൻസ് ഡ്രാമ സ്വഭാവമുണ്ട്, മൾട്ടിപ്പിൾ ആക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഒരു കൺഫൈൻഡ് സ്പേസിൻ്റെ അകത്താണ് ഇവരെ പ്ലേകളെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. ഇത്രയും കോംപ്ലക്സ് ആണ് സിനിമ കാണുന്ന പോയിന്റിൽ നമുക്കുള്ളത്. ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഇതിൻ്റെ ഐഡിയ, സ്ട്രക്ചറിങ്, ഇതിൻ്റെ എക്സിക്യൂഷൻ അതത്ര ഈസി ആണോ, കോംപ്ലക്സ് ആണോ, എങ്ങനെയായിരുന്നു? കോംപ്ലക്സ് ആയിരുന്നു. ഈ പറഞ്ഞൊരു സ്വഭാവം ഉണ്ടല്ലോ, അതായത് നമ്മളൊരു സിംഗിൾ ഹീറോയുടെ ജേർണി അല്ല നമ്മൾ ഫോളോ ചെയ്യണത്. ഒരു സ്പേസിനകത്ത് ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരുടെ ഇൻട്രാക്ഷൻസും അതിൽ നിന്ന് വരുന്നൊരു ഡ്രാമയുണ്ടല്ലോ, അതാണ് ഇതിനെ നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് ആലോചിക്കാനുണ്ട്. ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും. ഇപ്പോൾ ഓരോ ഡയലോഗിനും ഓരോ ചോദ്യങ്ങളുണ്ടാവും, ഓരോ ലൈനിനും ഓരോ ചോദ്യങ്ങളുണ്ടാവും. കോംപ്ലക്സ് ആയിരുന്നു. ഈ ഇത് പറയുമ്പോഴും ഈ ഡയലോഗ് പോർഷൻ സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഈ എഴുത്തില് ഒരാളുടെയും ഇപ്പോൾ പറഞ്ഞ ഈ മൂന്നാൺമക്കളുടെ സെപ്പറേറ്റ് ഫാമിലി ഉണ്ട്. ഇവരുടെ ഈ ഒരു ഇടയ്ക്കത്തൊരു സ്പേസിൽ 24 years ജേർണി പലപ്പോഴും ചില വൺ ലൈനേഴ്സിലോ എല്ലാം പറഞ്ഞു പോകുന്നത്. അവിടെ വേണമെങ്കിൽ ഇവരെല്ലാം ബാക്ക് സ്റ്റോറീസുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവരൊരു അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നതിലൊരു ലെങ്തി ഡയലോഗിലൂടെ ഇത് പറയാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ കണ്ടൊരു സ്ട്രക്ചറാണ്, ഫോർമുലയാണ്. അവിടെ അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അത് ചെറുതാക്കിക്കൊണ്ട് പ്രസന്റിൽ ഈവന്റുകളിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഒരു തീരുമാനം. കാരണം ഇത് ചിലപ്പോൾ ഒരു തിയേറ്ററിക്കൽ സ്വഭാവത്തിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ കഥകൾ, ഇവരാരായിരുന്നു, എന്തായിരുന്നു, അതിനെ ഡിമാൻഡ് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ടാവാം, ആളുകളുണ്ടാവാം. പക്ഷെ അതിലോട്ട് ഫോക്കസ് ചെയ്യാതെ എങ്ങനെ മിനിമലാക്കാം, മിനിമലിസത്തിൽ എങ്ങനെ ഇമ്പാക്ട്ഫുൾ ആക്കാം, അത് ശരിക്കും ഒരു ഡയറക്ടേഴ്സ് കോളാണ്, റൈറ്റേഴ്സ് കോളാണ്. അതിനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ അതെങ്ങനെയാണ്? ധൈര്യം എനിക്ക് തോന്നുന്നു ഇത് എഴുതുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയ സമയത്താണ്. അപ്പം ആ ഒരു സ്പേസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്പേസ് നമ്മളെ ഒരു മോൾഡ് ചെയ്യുന്ന ഒരു, നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്, നമ്മൾ ഒരു ഡെയറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങിയിട്ട് 5 കൊല്ലം ആവാറാവുന്നു. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു, കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്തു. ഇനി അങ്ങനെ ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ധൈര്യം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അവിടെ നിന്നാണ്. പക്ഷേ അതിന് ഈ ഒരു കഥ ഇപ്പം
ഇങ്ങനെ എഴുതിയിരിക്കുന്ന രീതി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഈ ഒരു രീതി തന്നെയാണ് ഈ സിനിമ കാണാൻ ഇഷ്ടം. അപ്പം അതായത് നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ, ഒരു പെർട്ടിക്കുലർ ആളുടെ കഥയായിട്ടല്ല വന്ന് അയാളുടെ മാത്രം ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ ആ ഇവൻറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്പേസിനകത്ത് ഒരുപാട് ആൾക്കാർ വരുമ്പം ഓർഗാനിക് ആയിട്ടുള്ള എന്താണോ അവർ സംസാരിക്കാൻ പോകുന്നത് അല്ലെ സംസാരിക്കുന്നത് അത് അതേപോലെ എഴുതുമായിരുന്നു ചെയ്തത്. അപ്പം പ്രസൻറ്റിൽ തന്നെ നിന്നുകൊണ്ട് എത്രത്തോളം ഇൻഫർമേഷൻ എന്താ പറയുക നമ്മളൊരു ഫോഴ്സ്ഡ് അല്ലാത്ത രീതിയിൽ വരുന്ന രീതിയിൽ എഴുതാനുള്ള ഒരു ശ്രമമാണ്. ഈ പറഞ്ഞല്ലോ എന്താ ഒരു ഹീറോനെ ഫോളോ ചെയ്യല്ല, മൾട്ടിപ്പിൾ ആക്ടേഴ്സ് ക്യാരക്ടേഴ്സ് അവരെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നിഖിലിനെയും ഗാഗിയുടെ ക്യാരക്ടർ ആതിര അവരെയും മാറ്റിവെച്ച് അവർ രണ്ടുപേരും മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റു ക്യാരക്ടേഴ്സ് ഇപ്പൊ 3 ആൺമക്കളാവട്ടെ, അവരുടെ രണ്ടുപേരുടെ ഭാര്യമാരാവട്ടെ, മറ്റുള്ള ക്യാരക്ടേഴ്സ് ഇവരെല്ലാം ഒരു പക്ഷെ ശരൺ അച്ചീവ് ചെയ്യാത്ത ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ്. ഇവരുടെ ഈ പറഞ്ഞ മെന്റാലിറ്റി, മൈൻഡ് സ്റ്റേറ്റ്, ഇവരെടുക്കുന്ന കോളുകൾ, ക്വിക്ക് ആക്ഷൻസ്, നമുക്ക് ചുറ്റുപാടും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ കൂടി ഇതിലൊരു ക്യാരക്ടർ ഫോർമേഷൻ വരുമ്പോൾ റൈറ്ററും കൂടെയാണല്ലോ ഇതിൽ ഇൻവോൾവ് ആവുന്നത്. അവിടെയാണ് എനിക്ക് ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിന്റെ കാര്യം തോന്നിയത്. അത് അച്ചീവ് ചെയ്യുന്നത് അതിൽ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരാം. ഒരു പ്ലേകള്, ആക്ടുകള്. ഇപ്പൊ എനിക്കൊന്ന് അവസാനത്ത് അടുക്കുന്ന സമയത്ത് അലൻസിയർ മുറിക്കകത്തിരുന്ന് പറയുന്ന ഡയലോഗ് എന്തുമാത്രം ഇമ്പാക്ട്ഫുൾ ആണ്. അതാ അങ്ങനെ ഒരാളെ കണ്ടാല് അറിഞ്ഞാലേ നമുക്കത് കണക്ട് ആവുന്നുള്ളൂ. അത്തരത്തിലുള്ള കോഡുകള് ഈ ക്യാരക്ടേഴ്സിനെ എഴുതി ഫലിപ്പിക്കുക എന്നുള്ളത് അതെങ്ങനെയാണ് അതിൽ ഈ പറഞ്ഞ പോലെ കോംപ്ലക്സ് ആവുന്നിടത്തും എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ടോ ഈസി ആക്കാനായിട്ട്? അത് ഈ പറഞ്ഞ എല്ലാ ടെൻഷൻ പരിപാടികളിലൂടെ തന്നെ എഴുതിയെടുക്കുന്നതാണോ? ട്രിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഒക്കെ ഇൻഫ്ലുവൻസസ് നമുക്ക് വരുമല്ലോ. നമ്മളൊരു ക്യാരക്ടറിനെ രൂപപ്പെടുത്തുമ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു കാണും. അല്ലെങ്കിൽ അങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാട് സ്ഥലങ്ങളിൽ വന്ന് മേജ് ആവുന്ന രീതിയിലും നമ്മൾ എഴുതാറുണ്ടല്ലോ. പക്ഷെ എന്നിരുന്നാലും ഇപ്പം നാരായണിയുടെ കേസിൽ ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പം നമ്മൾ മെയിനായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഇപ്പം 2 ഷോട്ടിൽ മാത്രം വന്നു പോകുന്ന അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിക്കും വ്യക്തമായിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ടാണ് ആ ലുക്ക് കൊടുക്കുന്നത് എന്നുള്ളതിനും ആൻസേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ്. ഇതിൽ ജോജു ചെയ്തിട്ടുള്ള ക്യാരക്ടർ വരുന്ന സമയത്ത് മലയാളത്തിൽ എല്ലാ കാലത്തും ഒരു മിഡിൽ ഏജ്ഡ് മാൻ, മറ്റേ അൺമാരിഡ് സിംഗിൾ മാൻ, ആൾക്ക് പാസ്റ്റിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അതിന് ഹാങ് ഓവേഴ്സ് ഉണ്ടാവാം. ഇത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബിജു മേനോന്റെ തന്നെ പ്രണയവർണ്ണങ്ങളുടെ ക്യാരക്ടറൊക്കെ റിപ്പീറ്റഡ്ലി വാട്സ്ആപ്പ് സ്റ്റേറ്റസ്, ഇൻസ്റ്റാഗ്രാം പരിപാടികളിലൊക്കെ വരുന്നു. ഇത്തരം ക്യാരക്ടേഴ്സിനെ എവിടേക്ക് മലയാളികൾ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ പലപ്പോഴും ഈ പറഞ്ഞ എന്താ പറയുക, ഒരു വാട്സ്ആപ്പ് സ്റ്റേറ്റസിനൊക്കെ അപ്പുറത്തേക്ക് സിനിമകൾ ഭയങ്കര രസമായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഈസിയാണ് ആളുകളോട്ട് ഈ ക്യാരക്ടർ കൊണ്ടുപോകാനായിട്ട്. എനിക്ക് ജോജുവിന്റെ എഴുത്തിൽ ഭയങ്കര രസം തോന്നിയത് അവിടെയാണ്. പുള്ളിക്കുള്ള ഒരു ഫ്രീഡം ഉണ്ട് അവിടെ, ആ വീട്ടിൽ, ആ സ്പേസിൽ. ഞാൻ ഇവരാരുമല്ല, പുള്ളിയാണ് അവിടെയുള്ള ആള്. പുള്ളിക്ക് ഈ പറഞ്ഞ എന്താ നീസിനും നെബിനും അടുത്തുള്ള കണക്ഷൻ സ്പേസും കുറച്ചും കൂടെ ഓപ്പൺ ആണ്. അച്ഛൻ്റെ അമ്മയുടെ പോലത്തെ ബാരിയേഴ്സ് അവിടെ ഇല്ല. അത്തരം ക്യാരക്ടേഴ്സിന് എല്ലാവരുടെ ഒരു മിങ്കിൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവരുടെ ഫ്ലോയിലാണ് അവരുടെ ഈവൻസ് എല്ലാം പ്ലേസ്ഡ് ആവുന്നു. ജോജുചേട്ടൻ്റെ ക്യാരക്ടർ അതിനൊരു ജേണി. അപ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും അറിയാത്ത ബാക്ക് സ്റ്റോറീസ് സ്ഥലത്തെ കാര്യം ഉണ്ടാവാം ഈ ആ ഒരു ക്യാരക്ടറിനെ എഴുതുന്നത്. കാരണം അയാളാണല്ലോ ഇതെല്ലാം കണക്ട് ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് പോകുന്നത്. ആ ക്യാരക്ടറിന്റെ ഒരു ഫസ്റ്റ് ഐഡിയ എഴുത്ത് എങ്ങനെയാണ്? അതിന് എനിക്കൊരു റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, പരിചയമുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പം അതിലൊരു ഡയലോഗ് ഉണ്ട്, പുള്ളി പല കാര്യത്തിലും പെക്യുലിയർ ആണല്ലോ എന്ന് പറയുന്ന ഡയലോഗ്. അങ്ങനെ ഒരു പെക്യുലിയാരിറ്റി എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അടുത്തറിയാൻ പറ്റുകയോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം പക്ഷെ എൻ്റെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു ജേർണി ഇതിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു ക്യാരക്ടറും അദ്ദേഹം തമ്മിലൊരു ബന്ധവുമില്ല. പക്ഷെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്നായിരുന്നു എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച ക്യാരക്ടറും ഇതിൽ ആ ഒരു സേതു എന്നുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പോ SRFT കഴിഞ്ഞ് ഷോർട്ട് ഫിലിം വരുന്നു, നാഷണൽ അവാർഡ് വിൻ ചെയ്യുന്നു. അവിടുന്ന് 2 വർഷത്തിന് ശേഷം 3-ാം വർഷം 25-ൽ 3-ാം വർഷം ഈ പറഞ്ഞ ഫസ്റ്റ് ഡെബ്യൂ ഫീച്ചർ റിലീസാവുന്നു. എനിക്ക് തോന്നുന്നു എപ്പോഴും ആളുകൾ ഒരു പുതിയ സംവിധായകൻ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് മിക്കവരും ആദ്യം ചിന്തിക്കുന്നത് ഇയാൾ ഈ സിനിമ
ആലോചിച്ച് പിച്ച് ചെയ്ത് ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഈ ലെങ്തി ട്രാവൽ ആൻഡ് ഇതിന്റെ റിലീസ് പോയിന്റ് വരെ ഇയാളുടെ ജേണി എനിക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്കും ഭയങ്കര രസമായിട്ട് തോന്നാറുള്ളതാണ്. ശരണ്ന്റെ ഈ ഒരു പോസ്റ്റ് റിലീസ്, ഈ ഷോർട്ട് ഫിലിമിന്റെ ഒരു പോസ്റ്റ് റിലീസ് ടൈം തൊട്ട് നാരായണയുടെ ഇപ്പൊ ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന വരെയുള്ള ജേണി, ഇതിന്റെ ഒരു പിച്ചിങ് കാര്യങ്ങൾ, അതെല്ലാം ഈ ഓർക്കുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആണോ, ഭയങ്കര ഹാപ്പിയാണോ, മെമ്മറബിൾ ആണോ, എന്താണ് അതിന്റെ ജോണ്ടർ എന്താണ് ശരിക്കും? പെയിൻഫുൾ ആണോന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു ലൈക്ക് ഫിൽം മേക്കിംഗ് ഓബിയസ്ലി നമുക്ക് എല്ലാവർക്കും ഒരു എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെതായിട്ടുള്ള ഹാർഡ്ഷിപ്സും എന്താ പറയുക എല്ലാം ഉണ്ട്, ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുമ്പം ഹാപ്പിയാണ്. അതായത് എനിക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാർ കാണുന്നുണ്ട് എന്ന്, പിന്നെ നമുക്ക് എസ്പെഷ്യലി കിട്ടുന്ന റെസ്പോൺസും ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. ജേണി തുടങ്ങുന്നത് ആക്ച്വലി ഈവൻ ഈ ഷോർട്ട് ഫിലിമിന് മുന്നേ ആണ്. ഇതിൻ്റെ ഒരു വൺ ലൈനർ എഴുതുന്നത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ളപ്പോഴായിരുന്നു. എനിക്ക് തോന്നിയിട്ട് 2018 അവിടുന്ന് എഴുതി. എനിക്ക് തോന്നുന്നു ആ സമയത്തൊരു പ്രോബ്ലി ഒരു 10 പേജൊക്കെ എഴുതി കാണും, ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോഴായിരുന്നു പിന്നെ ഈ നമ്മുടെ ഡിപ്ലോമ ഫിലിം ചെയ്യണം, അങ്ങനെ ഒരു ബ്രേക്ക് വന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇറങ്ങി. ആ സമയത്താണ് ഞാൻ ഇറങ്ങിയ ഉടനെ ആയിരുന്നു കോവിഡ് വരുന്നത്. കോവിഡ് വന്നൊരു വലിയ ബ്രേക്കായി. അപ്പം എഴുത്തിനും ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നെ റെസ്യൂം ചെയ്തു. ഇപ്പം ഈ പറഞ്ഞ നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് അതൊരു ഫ്യൂവലായിരുന്നു, ഇൻ ദ സെൻസ് ഇതിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ഫ്യൂവലായിരുന്നു. അങ്ങനെ വീണ്ടും എഴുതി. എനിക്ക് തോന്നുന്നു ഒരു 2021 തുടക്കത്തിലാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഒബ്വിയസ്ലി പിച്ചിങ്ങിലേക്ക് കടന്നു. നമുക്ക് ഐ വാസ് ലക്കി, ഒരു നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടി. ഈ സ്ക്രിപ്റ്റിൽ ഈ ഇരിക്കുന്ന ഫോമിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറിനെ ആ സമയത്ത് കിട്ടി. അവരുടെ പേര് ജെമിനി ഫുക്ക എന്നാണ്, ആസാമെന്ന്. അങ്ങനെ ഷൂട്ടിലേക്ക് കിടക്കുന്നില്ല, അതിന് മുന്നേ പിച്ച് ചെയ്യുന്നത് രസമായിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. ഞാൻ ആദ്യം കഥ പറയുന്ന വൺ ഓഫ് ദ ഏർലിയർ നറേഷൻസ് ജിയോ ബേബിയുടെ അടുത്തായിരുന്നു. അപ്പം ജിയോ ചേട്ടന് കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉണ്ട്. അപ്പോൾ ജിയോ ചേട്ടൻ പറഞ്ഞു, അപ്പോൾ ജിയോ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ജിയോ ചേട്ടൻ മനസ്സിലുണ്ട്, കണക്ട് ചെയ്ത് തരാമെന്ന്. അപ്പം ജിയോ ചേട്ടനിലൂടെയായിരുന്നു ജിയോ ചേട്ടനിൽ എത്തിയത്. അങ്ങനെ മീൻസ് ഞാനത് മുന്നത്തെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പുള്ളി ഒരു കോൺഫിഡൻസ് തോന്നി, ഐ മീൻ നല്ല കഥയാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയപ്പം പിന്നെ എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് നടന്നു. ഷൂട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ ഇന്നാവുന്നത്, ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ജോബി ജോർജ്. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, നമുക്കൊരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു റിലീസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ എത്തി. ഈ മൊമെന്റ് ശരിക്കും എങ്ങനെയാ ഒരു ഇത്രയും കാലമെടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങിയ ഒരു ഐഡിയനെയാണല്ലോ ഇപ്പൊ സ്ക്രീനിൽ ഇത്ര ആളുകൾ കാണുന്നു, അതിന്റെ റെസ്പോൺസുകള്, ഒപ്പം ശരൺ ആസ് എ മേക്കർ, ആസ് എൻ ഇൻഡിവിജ്വൽ, ഇതങ്ങ് ആളുകളോട് കൊടുത്തു കഴിഞ്ഞല്ലോ. ഇപ്പോഴത്തെ മൊമെന്റ് ശരിക്കും എങ്ങനെയാണ്? രണ്ട് രീതിയിലുണ്ട്. ആദ്യത്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു വലിയ ഒരു ഇതാണ്. ഞാൻ ആദ്യത്തെ ഇവിടെ വനിതയിൽ ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നപ്പം അവിടെ ഒരു പാക്ഡ് ഹൗസിൽ ഈ സിനിമ കണ്ടത് എനിക്ക് ലൈക്ക് ഇപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഒരു കോമഡി പടമൊന്നുമല്ല, പക്ഷേ നമ്മൾ എഴുതുന്ന ചെറിയ ചെറിയ ഡയലോഗ്സുകൾക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു ചിരിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു അപ്ലോസ് ആണെങ്കിലും അതൊക്കെ ഒരു ഭയങ്കര ഒരു ഹൈ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ മുമ്പൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫീലിംഗ് ആയിട്ട് തോന്നിയിരുന്നു. പിന്നെ ആ സിനിമ നമ്മളിപ്പം കാണുമ്പോൾ, അതായത് ഇപ്പം ആ ഒരു ജേർണി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ആസ് എ ഫിൽം മേക്കർ ആസ് എ റൈറ്റർ നമ്മൾ ആ എഴുതി തുടങ്ങിയ പോയിന്റിൽ നിന്ന് നമുക്ക് വന്നൊരു മാറ്റമുണ്ട്. അപ്പം ആ സമയത്ത് ആലോചിച്ച കാര്യങ്ങളും ഇപ്പം ആലോചിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതിലൊരു രസമുണ്ട്, നമ്മൾ അവിടുന്ന് ഇവോൾവ് ചെയ്തു. ആ പോയിന്റിലുള്ള ആളല്ല നമ്മളിപ്പോൾ ഈ പോയിന്റിൽ. അത് ആക്ച്വലി ഭയങ്കര ഹാപ്പി ആക്കുന്നുണ്ട്, നമ്മൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവോൾവ് ഒക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, കോമഡി അല്ല എഴുതുന്നത്, ഒരു സിംഗിൾ ക്യാരക്ടർ ഡ്രിവൺ അല്ല, ഡ്രാമയാണ്, പ്രോപ്പർ ഡ്രാമയാണ് എഴുതുന്നത്. അതിൽ തന്നെ ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ, അതിൽ ഭയങ്കര രസവും കൂടി ഉണ്ടല്ലോ. ഇതിൽ നമുക്കറിയുന്ന കുറേ ഈവന്റ് ഉണ്ടാവും, കുറേ മനുഷ്യന്മാരുണ്ടാവാം, അവരിൽ നിന്ന് നമ്മുടെ ക്യാരക്ടേഴ്സിന് വേണ്ടി എന്തൊക്കെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അതെല്ലാം എടുത്തുകൊണ്ട് ഇത് എഴുതുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എഴുത്തിൻ്റെ ഒപ്പം തന്നെ ഡ്രാമ എഴുതുന്നതും അതിൻ്റെ എക്സിക്യൂഷനും. ഇപ്പോൾ പലപ്പോഴും ഒരു ലാർജ് സ്കെയിൽ ഒരു ബിഗ് ടിക്കറ്റ് സിനിമയൊക്കെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് വേണ്ട സെറ്റ് പീസുകൾ ബിൽഡ് ചെയ്യാം, അതിൻ്റെ ഒരു എലിവേഷൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം, ഇന്റർവെൽ പഞ്ച്, ക്ലൈമാക്സ് പഞ്ച്, ഇതിനെല്ലാം സ്ട്രക്ചറിങ് ഓൾറെഡി നടക്കുന്നുണ്ട്. ഡ്രാമയിൽ ചിലപ്പോൾ നമ്മൾ ലോക്കായി പോകുന്നത് ഏതൊരു ക്യാരക്ടറിന്റെ ജേർണി ആയിരിക്കാം, പറയുന്നത് ചിലപ്പോൾ ഒരു വൺ ലൈനിലായിരിക്കാം, ഒരു വേർഡിലായിരിക്കാം. അത്തരത്തിൽ ഈ
ഈ സിനിമയുടെ പെർട്ടിക്കുലർ എടുത്ത് ഇതിന്റെ എഴുത്ത് കാര്യങ്ങൾ, ഈ എഴുത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി കിട്ടുന്നത് അതിന്റെ എക്സിക്യൂഷൻ പാർട്ട്, അതെങ്ങനെ ശരിക്കും ഇപ്പോൾ കാണുന്നത്? എഴുത്തില് ഇപ്പം ഡ്രാമയാണെങ്കിലും ഇപ്പം നമ്മളൊരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഫോർമുലായിട്ട് പഠിക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചർ എല്ലാം ടെക്നിക്കലി പറയുമ്പം അത് സെയിം തന്നെയാണ്. ഇപ്പം എല്ലാ സിനിമകളിലും ഈ ഒരു 3 ആക്ട് സ്ട്രക്ചറൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു നാരായണി എടുക്കുവാണെങ്കിൽ ആക്ച്വലി സ്ക്രിപ്റ്റിനൊന്ന് ഡൈസെക്ട് ചെയ്യുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു 3 ആക്ട് സ്ട്രക്ചറിൽ നിൽക്കുന്ന സ്ക്രിപ്റ്റുകളല്ല. പ്ലോട്ട് പോയിന്റ്സ് ഇച്ചിരി മാറിയിട്ടൊക്കെയാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. അതായത് ഓരോ ക്യാരക്ടറിൻ്റെയും ജേർണീസ് എടുക്കുമ്പം എനിക്ക് തോന്നിയത് ഇപ്പം ആ ഇരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ബെസ്റ്റ് ഫോം എന്ന് തോന്നി. അതിനെ പൊളിച്ചെഴുതാൻ എന്തോ മനസ്സ് വന്നില്ല. പക്ഷെ ഇപ്പം അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വൺസ് ഈ എഴുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു ഫോം, അതായത് ഇപ്പം ഈ സിനിമ എന്ത് ഫോമിലായിരിക്കണം എന്നുണ്ട് ഒരു ക്ലാരിറ്റി ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം ഈ ഐഡിയ നറേറ്റ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആയാലും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആയാലും അവർക്കിപ്പം ഞാൻ ഇന്നതാണ് ഇന്ന രീതിയിലായിരിക്കുന്ന ഒരുപാടൊന്നും ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ റീസൺ വെച്ചാൽ അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പം ഇപ്പം എങ്ങനെയാണോ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഏകദേശ രൂപം അത് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സിക്യൂഷൻ പാർട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നടന്നിട്ടുണ്ടെന്നാണ്. ഈ പെർഫോമൻസുകൾ എടുത്തു പറയുകയാണെങ്കിൽ, പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ എനിക്കൊന്നും എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്ത് പറയേണ്ടി വരും. എല്ലാവരും രസമുള്ള പെർഫോമൻസുകളാണ്. നമുക്ക് ഇവരിലൊന്നും ഈ പറഞ്ഞപ്പോൾ ജോയിച്ചേട്ടനല്ല, എലൻസിയർ നമ്മൾ എലൻസിയർ കാണുന്നില്ല. അവിടെയെല്ലാം ഇവർ ഈ നാരായണയുടെ 3 ആൺമക്കളാണ്, അവരുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരാണ് ഈ ആക്ടേഴ്സിനെ ഫീഡ് ചെയ്യുന്നത്. പല സമയങ്ങളിലും ഒരു ഫീഡിനപ്പുറത്തേക്കുള്ള ഇംപ്രവൈസേഷനുകൾ ഇതെല്ലാം ഓൺ ലൊക്കേഷൻ സംഭവിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഫീഡ് ചെയ്യുന്നത് അതേപോലെ ഡെലിവറി ചെയ്യുന്ന ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഈ നാരായണയുടെ 3 ആൺമക്കളുടെ ഒരു എക്സിക്യൂഷൻ പ്രോസസ്സിൽ ബീങ് എ മേക്കർ, ശരൺ കൊടുക്കുന്ന ഫീഡും ലൊക്കേഷനിൽ കാണുന്ന ഇവരുടെ പെർഫോമൻസും അതെന്തുമാത്രം ക്ലോസ് ആയിരുന്നോ, അതോ പുതിയ മാജിക്കുകളായിരുന്നോ, സർപ്രൈസുകളായിരുന്നോ, എങ്ങനെയായിരുന്നു? മാജിക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് ഞാൻ പറഞ്ഞല്ലോ വളരെ ക്ലോസ് ടു സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സ്ക്രീൻ ട്രാൻസ്ലേഷൻ കുറേ കാര്യങ്ങൾ എനിക്ക് വാശിയുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇവരൊക്കെ ഇപ്പം ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കൊളാബറേറ്റീവ് ആർട്ട് ഫോം ആണല്ലോ. അപ്പം ഇവരുടെയൊക്കെ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. ഇപ്പം ഒരുപാട് സീൻസിൽ ഇപ്പം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അല്ലെങ്കിൽ എനിക്ക് പേടി ഉണ്ടായിരുന്ന ഒരുപാട് സീൻസ് വളരെ ഈസിലി പെർഫോം ചെയ്തിട്ടുണ്ട് അവർ. അത് കണ്ടിട്ട് ഞാനിങ്ങനെ വണ്ടർ അടിച്ച മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ കൊളാബറേറ്റീവ് ആയിരുന്നു. ലൈക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു ആക്ടിങ്. ഞാനും ആക്ച്വലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഒരുപാട് കാര്യങ്ങൾ. ഈ ഫിലിം മേക്കിംഗ് എപ്പോഴും നമ്മൾ ഇതിലൊരു ക്ലവർ സ്റ്റാൻഡ് എടുക്കുമ്പോഴാണല്ലോ പലപ്പോഴും പല കാര്യങ്ങളും ഭയങ്കര രസമായിട്ട് വരുന്നത്. എനിക്ക് അതിൽ തോന്നിയത് ഇതിലിപ്പോൾ ഒരു മദ്യപിക്കുന്ന രംഗമുണ്ട്. ചിലർ അവിടെ ഇങ്ങനെ മദ്യപിക്കുന്ന ആൾ അതൊരു എക്സ്ട്രാ ബ്ലോക്ക് പോയിന്റ് ആയി ഒരു എന്താ പറയുക ഒരു ബിൽഡിംഗ് ബ്ലോക്കിലൊക്കെ ഒരു എക്സ്ട്രാ ബ്ലോക്ക് വരുന്ന പോലെ പലപ്പോഴും അങ്ങനെ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകളുടെ സിനിമകളിലൊക്കെ ഇങ്ങനെ ഇവിടെ ആളുകളുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ പലപ്പോഴും അത്ര സീനുകൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇതിനൊരു ഓർഗാനിക് ഫ്ലോ ഉണ്ടായിരുന്നു. അതിന് ട്രിഗർ ചെയ്യുന്ന കോൺവെർസേഷൻ, അത് ഈ ഇന്റർകട്സിന്റെ ഇടയ്ക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കോൺവെർസേഷൻ മുതൽ ഇവരവിടെ ഇരുന്ന് ഗിറ്റാർ വായിക്കുന്ന വരെ ഇതിന് ഭയങ്കര രസമുള്ള ഫ്ലോ ഉണ്ട്. അവിടെ ഇത് ഒരിക്കലും മുഴച്ചു നിൽക്കുന്നില്ല. ഇത്തരം കാര്യങ്ങള് ഇത് നേരത്തെ ബോധേഡ് ആയിരുന്നോ? ഇങ്ങനൊരു വായനകൾ വരാം, ലൈക്ക് ആളുകൾ ചിലപ്പോൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്യണം. ഈ മുന്നിങ്ങനെ വന്നിട്ടുള്ള പല സിനിമകളിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് റെസ്പോൺസുകൾ വന്നിട്ടുണ്ട് ഇത്തരം സീനുകളില്, പ്ലേസ്മെന്റുകളില്. അത്തരം ബോധറിങ് ഉണ്ടായിരുന്നു നേരത്തെ എഴുത്തില്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ എഴുത്തിൽ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഫേസ് നമ്മൾ വേറെ എന്തിനെ കുറിച്ച് അങ്ങനെ ഒരു വളരെ ഫ്രീ ആയിട്ട് തന്നെ മിനിമം സെൻസർഷിപ്പ് വെച്ചിട്ട് തന്നെയായിരുന്നു, മിനിമം പറ്റാവുന്ന അത്രയും മിനിമം ആക്കിയിട്ടായിരുന്നു എഴുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ബോധർ ചെയ്തിട്ടില്ല. ഭയങ്കര രസമുള്ളായിരുന്നു. കാരണം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഇന്റർകട്ട് പ്ലാൻ വാസ് ഭയങ്കര അടിപൊളി. ഈ പാരലി 2 ഇൻസിഡന്റ് നടക്കുന്നതും അതിന്റെ ആ 2 സീക്വൻസിന്റെയും ഒരു എൻഡിങ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ആ സ്പേസ് ചെയ്ത് ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൊമെന്റ് ഞാൻ ചോദിക്കാം. ഈ അമ്മയുടെ മുറിക്കകത്ത് സുരജേട്ടനും എലൻസിയറും അവരൊരുമിച്ച് വരുന്നൊരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇന്റൻസ് ആണ്. ഈ പറഞ്ഞ അതിനൊരു മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവ് എത്തിപ്പെടാൻ പറ്റാത്ത 2 പേര്
ഭയങ്കര ലൈറ്റ് ആയിട്ട് ഒരു എക്സ്ചേഞ്ചിൽ അതവിടെ കൂളാക്കുന്നു, കോൾ ഔട്ട് ചെയ്യുന്നത് കഴിഞ്ഞവിടെ. ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസിന്റെ ഒരു എഴുത്ത്, അതിന്റെ ഒരു വിഷ്വൽ ഡിസൈൻ, ഇവരുടെ പെർഫോമൻസ്, അത് ശേഷം തിയേറ്ററിൽ സ്ക്രീനിൽ കാണുന്നത്. എഴുത്ത് എനിക്ക് എഴുതിയ സമയത്ത് ആ ഫ്ലോയിൽ അങ്ങ് പോയി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ വേറൊരു ആളുടെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്ത് ഏറ്റവും ചോദ്യങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സീൻ അതായിരുന്നു. വൈ ദാറ്റ് സീൻ എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു എല്ലാവരും, ക്രൂവിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് അതിന് ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാലും പടം കാണുമ്പം ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് ഓക്കെ, സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഇതിനെക്കാട്ടും ആ ഒരു ക്ലാരിറ്റി ഇപ്പോഴാണ് സിനിമ കണ്ടപ്പോഴാണ് അതിന് കിട്ടിയത്. ലൈക്ക് ഒരു സീരിയസ് ഇതിലാണ് തുടങ്ങുന്നത്. ബട്ട് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ അതിലൊരു ലൈറ്റർ നോട്ടിൽ അത് എൻഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഇതും. പക്ഷെ അതിന് ഒരുപാട് സീരിയസ് ആയിട്ട് കാണണ്ടെന്ന് ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ഈ ഒരുപാട് സീരിയസ് ആയിട്ട് കാണണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് ഓർത്തപ്പോ സിനിമയുടെ ട്രെയിലർ കട്ട്, ഈ ട്രെയിലർ കട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ നമ്മൾ അതിലോട്ട് ലോക്കാക്കുന്നത്. ഓക്കെ, ഭയങ്കരമായ ഡാർക്ക് സീക്രറ്റ്സ്, കാര്യങ്ങൾ, ഇതിനിടയിൽ ഈ ഫാസ്റ്റ് കട്ടുകൾക്ക് ഇടയ്ക്ക് വരുന്ന ടെൻഷൻ ബിൽഡിങ്. പക്ഷേ സിനിമ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിരുന്നു, വളരെ കംഫർട്ടബിൾ ആയിട്ട് സിനിമ കാണുന്നത്. ഉറപ്പായിട്ടും ട്രെയിലർ ആളുകളെ തിയേറ്ററിൽ വെൽക്കം ചെയ്യുന്ന ഒരു ഡെലിവറബിൾ ആണ് ഓഡിയൻസിനുള്ളതിൽ. ഈ ട്രെയിലർ കട്ടില് എടുക്കുന്ന ഒരു കോള്, ആദ്യത്തെ ഇനീഷ്യൽ ഐഡിയയിലുള്ള ട്രെയിലർ കട്ട് ഇത് തന്നെയായിരുന്നു അതോ ഇതൊരു? ഇല്ല, ഇത് ഒരുപാട് വെരി റീസെന്റ് വന്നതായിരുന്നു. പിന്നെ ട്രെയിലറിൽ ഇപ്പം നമ്മൾ അതൊരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ഇരുന്ന് ചെയ്യുന്നതല്ലല്ലോ, അതിലൊരുപാട് ഇൻപുട്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ നാരായണിയുടെ കേസിൽ ഒബ്വിയസ്ലി പ്രൊഡ്യൂസർ ജോബി ജോർജേട്ടൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നമുക്ക് ഇന്ന ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു പിടി കൊടുക്കാത്ത ട്രെയിലറിനായിരുന്നു അദ്ദേഹം യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു പിടി കൊടുക്കാത്ത ട്രെയിലറായിരുന്നു ഇത് എഡിറ്റ് ചെയ്ത് സൂരജ് എന്ന് പറഞ്ഞ ട്രെയിലർ എഡിറ്റ് ചെയ്ത് കൃഷ്ണകാന്തത്തിൻ്റെ എഡിറ്ററായിരുന്നു സൂരജ് ആയിരുന്നു ട്രെയിലർ എഡിറ്റ് ചെയ്തത്. അപ്പം നമ്മളങ്ങനെ ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ഒരുപാട് ഡിസിഷൻസ് എടുത്തിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് ട്രെയിലറിനെ കൊണ്ടുവന്നത്. പക്ഷെ അത് ട്രെയിലർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീഡ്ബാക്ക്. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഒരു പ്രീ റിലീസ് ഹൈപ്പ് ജനറേഷനിൽ ട്രെയിലർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയിലെ ഈ സിനിമ ടൈറ്റിലുകൾ ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ വരാറുണ്ട്. ഈ നമ്മൾ ട്രെയിലർ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിലും ആളുകൾ ഒരു തരത്തിൽ ഇൻവൈറ്റിംഗ് ആണല്ലോ. ഈ കുറച്ചായിട്ട് ചെറിയ ടൈറ്റിലുകൾ വരുന്നുണ്ട്, ചിലപ്പോൾ വലിയ ടൈറ്റിലുകൾ വരുന്നുണ്ട്. നാരായണി വരുന്ന സമയത്ത് നാരായണീന്റെ 3 ആൺമക്കൾ എന്നാണ് വലിയ ടൈറ്റിലാണ്. ഇതാളുകൾ വായിക്കണം, അത്രയും ടൈം അവരോട് സ്പെൻഡ് ചെയ്യണത് വായിക്കാനുള്ള ഈ അറ്റൻഷൻ അവിടെ കൊടുക്കണം. എന്നിട്ട് വേണം തലേക്ക് രജിസ്റ്റർ ആയിട്ട് ഇവർ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ, ട്രെയിലർ കാണാൻ. ഇപ്പൊ ട്രെയിലർ ആണെങ്കിൽ പോലും യൂട്യൂബിൽ ഇത് ടൈപ്പ് ചെയ്യണം. ഈ ലെങ്തി ടൈറ്റിൽ എന്തുകൊണ്ട് അത് വേണം? ഈ ഷോർട്ടാക്കാം, ഇത് തന്നെ വെക്കാം. അതിലൊരു ഫൈനൽ കോൾ എടുക്കുന്നത് എവിടെയാ? എനിക്ക് ഇതിൻ്റെ ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ടായിരുന്നു. അതായത് ആദ്യം ഇതല്ലായിരുന്നു ടൈറ്റിൽ, ഒരു ചെറിയൊരു ടൈറ്റിലായിരുന്നു. പക്ഷേ അതെന്തോ അതല്ലാന്ന് എനിക്ക് ആദ്യം തൊട്ടേ അറിയാമായിരുന്നു. അത് പക്ഷേ ജസ്റ്റ് ഒരു എഴുതാൻ വേണ്ടിയിട്ട് വെച്ചൊരു ടൈറ്റിലായിരുന്നു. പിന്നീട് അത് മാറി വേറൊരു ടൈറ്റിലേക്ക് എത്തി, അതും എനിക്ക് ഹാപ്പി അല്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു റിലീസിൻ്റെ ഒരു പ്രോബ്ലി റിലീസ് അല്ല, സോറി, ഷൂട്ടിൻ്റെ ഒരു 1 month ബാക്കായിരുന്നു ഈ ടൈറ്റിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞപ്പം എനിക്ക് അറിയാമായിരുന്നു അതാണ് സിനിമ എന്നറിയാമായിരുന്നു. അത് ആ ടൈറ്റിൽ കേൾക്കുമ്പം എന്താണോ നമുക്കൊരു ഫീൽ വരുന്നത് അതാണ് സിനിമ. എസ്പെഷ്യലി ആ നാരായണീൻ്റെ എന്ന് പറയുന്നതിലും 3 ആൺമക്കൾ ഇപ്പം ലൈക്ക് അതാണ് സിനിമ. ഈ എനിക്ക് തോന്നുന്നു സിനിമ എപ്പോഴും ഏത് ജോണർ സിനിമയാവട്ടെ ഇത് കണക്ട് ആവുന്നതിൽ ഇതിന്റെ വിഷ്വലിന് മെജോറിറ്റി ഷെയർ ഓഫ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പുവിന്റെ വിഷ്വൽസ് പ്രത്യേകിച്ച് ഒരു 80% ഈ വീട്ടിലെ 2 നിലകളിലായിട്ട് അകത്തും പുറത്തുമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമ. കുറച്ച് സമയം മാത്രമേ ഉത്സവത്തിന് പുറത്ത് പോകുന്നുണ്ട്, കടവത്ത് പോകുന്നുണ്ട്, കുളക്കടവിൽ പോകുന്നുണ്ട്, കവലയിൽ പോകുന്നുണ്ട്, പിന്നെ ഹോസ്പിറ്റൽ സീനും എയർപോർട്ട്, അതെ അവിടെയും വരുന്നു. ഇതിനപ്പുറത്ത് പക്ഷെ എങ്കിലും നമ്മൾ മേജർ ഈവന്റ്സ് എല്ലാം നടക്കുന്നതെല്ലാം ഇതിനകത്താണ്. അവിടെ ലിമിറ്റഡ് സ്പേസ് ആണ്, ഓൾഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ആ വീടിന്റെ. അവിടെ റിപ്പീറ്റഡ്ലി ഇവർ ഒരുമിക്കുന്ന സ്പേസ് റിപ്പീറ്റഡ്ലി കാണിക്കേണ്ടി വരുന്നുണ്ട്. അവിടെയെല്ലാം ബോറടിക്കാതെ ആളുകളെ ഇത് ലോക്കാക്കി എടുത്താന്നുള്ളത്. ഇതിനൊരു വിഷ്വൽ ഡിസൈൻ
ഷോർട്ട് ഡിവിഷൻ പ്ലാൻ, അപ്പു ആയിട്ടുള്ള കൊളാബറേഷൻ, അതെങ്ങനെയാണ്? അപ്പുമായിട്ടുള്ള കൊളാബറേഷൻ, അപ്പു സീനിയർ ആയിരുന്നു കോളേജിൽ. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുന്ന ഇയർ അപ്പു പാസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെ അപ്പുവിൻ്റെ എനിക്ക് വന്ന സമയത്ത് ഡിപ്ലോമ ഫിലിമൊക്കെ കണ്ടിരുന്നു. അപ്പം വർക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. അപ്പം ആ സമയത്തെ ആഗ്രഹമുണ്ട് എപ്പോഴും ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യണം. നമ്മളെല്ലാം നോക്കി കണ്ടിരുന്നൊരു സീനാണ്. പിന്നെ ഒരുപാട് വർക്ക്സ് ചെയ്തു അതിന് ശേഷം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് എഴുതുന്നതിന് മുന്നേ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഒന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ വൺസ് എഴുതി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ സ്ക്രിപ്റ്റ് ഷെയർ ചെയ്ത വൺ ഓഫ് ദി ഏർലിയസ്റ്റ് പീപ്പിൾ അപ്പുവായിരുന്നു. അപ്പോൾ അപ്പം തൊട്ടേ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഐഡിയാസ് എന്തൊക്കെയാണ്, എന്താണ് ഓരോ സീനും, എന്താണ് അതിൻ്റെ ഒരു ഫീൽ എന്നൊക്കെയുള്ള. പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഈവൻ ബിഫോർ ഒരു പ്രൊഡ്യൂസറൊക്കെ ഓൺ ബോർഡ് വരുന്നതിന് ഒരുപാട് മുന്നേ നമ്മൾ ഈ ഇതിനകത്തുള്ള ഒരു കുറച്ച് ലൊക്കേഷൻസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയം തൊട്ടേ നമുക്കൊരു എന്താണ് ഇതിൻ്റെ ഒരു മില്യൂ, ഇതിൻ്റെ ഒരു ചുറ്റുപാട് എന്താണ്, സറൗണ്ടിങ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് രണ്ടുപേർക്കും അറിയാമായിരുന്നു. പിന്നീട് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിനകത്ത് അതിൻ്റെ എന്താണ് ലാംഗ്വേജ് എന്നും അതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് എന്താണെന്നുള്ളതിനൊരു കൃത്യമായിട്ടുള്ള ക്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ ഓക്കെ ഇന്ന ഒരു നമുക്ക് സ്പെസിഫിക്കലി എന്തെങ്കിലും ഡിസൈൻ ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടില്ല. പക്ഷെ അതൊരു ഓർഗാനിക് ആയിട്ട് ഓക്കെ ഇന്ന രീതിയിലാണ് എന്നുള്ളതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒരു നോർമലായിട്ട് നമ്മളെല്ലാ പ്രോസസ്സിൽ പോകുന്ന മാതിരി ഒരു ബ്ലോക്കിംഗ് ബിഫോർ ഷൂട്ട്, ബ്ലോക്കിങ്ങും അതിൻ്റെ ഒരു കളർ പാലറ്റ്സ് ഇതെല്ലാം അപ്പോൾ കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഷോർട്ട് ഫിലിം, സിനിമ ഇതെല്ലാം പറയുന്നതിനൊപ്പം തന്നെ ശരണിന്റെ പേരുണ്ടപ്പോൾ എപ്പോഴും നമ്മളാണ് സംസാരിക്കുമ്പോൾ SRFT എന്നുള്ള ടാഗ് എപ്പോഴും പറയാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പാർട്ടായി വരുന്ന ഓരോ ആളുകൾ കാണുന്നതിലും സിനിമ പഠിച്ച് ടെക്നിക്കലി അത് പഠിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ്. ശരണ് പേഴ്സണലി SRFT എന്താണ്, അതിൻ്റെ ഒരു ഹാങ് ഓവർ, അവിടെ നിന്ന് ടേക്ക് അവേ ഒക്കെ എന്താണ് ശരിക്കും? SRFT ആണ് എന്നെ എന്താ പറയുക ആസ് എ ഫിലിം മേക്കർ മോൾഡ് ചെയ്തത്. ആ ഒരു സ്പേസാണ് എനിക്ക് എന്ത് ലാംഗ്വേജാണ് എൻ്റെ വിഷ്വൽ അല്ലെങ്കിൽ സിനിമാറ്റിക് ലാംഗ്വേജ് എന്ത് രീതിയിലായിരിക്കണം എന്നുള്ളൊരു ധാരണയൊക്കെ കിട്ടിയത് SRFT ചെന്നിട്ടാണ്. ഞാൻ കൂടുതൽ സിനിമകൾ കാണുമായിരുന്നു. എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. പക്ഷേ SRFT കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു സ്പേസും അവിടുത്തെ ഒരു പ്യുവർ ലേണിങ്ങും ഒക്കെ. പിന്നെ അവിടുത്തെ ഒരു അക്കാഡമിക് സ്ട്രക്ചറിനകത്ത് നിന്നിട്ട് സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു 5 മിനിറ്റിൻ്റെ DV പ്രൊജക്റ്റ് തൊട്ടിട്ട് ഫൈനൽ ഇയർ എത്തുമ്പോൾ ചെയ്യുന്ന അരമണിക്കൂറിന് ഡിപ്ലോമ വരെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഗ്രാഫ് വരച്ച് നോക്കി നമ്മളെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു ട്രൈ ചെയ്യുന്നതെന്നുള്ള അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളതൊക്കെ അങ്ങനത്തെ ഒരുപാട് സ്പേസസും ഒരുപാട് ഫ്രീഡവും തരുന്നൊരു ഇതാണ്. ലാംഗ്വേജ് മാത്രമല്ല, നമ്മൾ എന്ത് രീതിയിലുള്ള സിനിമകളാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്, എന്ത് രീതിയിലുള്ള കഥകളാണ് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ ഒരു സെൽഫ് ഡിസ്കവറിക്കൊക്കെ ഉള്ള ഒരു സ്പേസ് ആണത്. ഈവൻ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ സെൽഫ് ഡിസ്കവറി ഉണ്ടല്ലോ. അപ്പോൾ അത് ആ സ്പേസ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. SRFT എനിക്ക് ഇഷ്ടപ്പെടുന്നു ആ ടാഗ്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുമ്പം അത് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു സ്പേസ് അല്ല ഒരിക്കലും. നമ്മൾ പുറത്തേക്ക് വരുമ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ലേണിങ്സ് വേറെ ഉണ്ട്. നമ്മൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരുപാട് അൺലേണിങ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പ്രോസസ്സാണ്. ഈ ടാഗ് ആക്ച്വലി ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ അങ്ങനെയുണ്ടോ ശരിക്കും? എനിക്കറിയില്ല. ഇപ്പം എൻ്റെ പേഴ്സണൽ ഇതിൽ സത്യം പറഞ്ഞ അഡ്വാൻറ്റേജ് ആയിരുന്നു. അല്ലാതെ എനിക്കിപ്പം സിനിമ ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, റിലീസ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിൽ. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ആയിരുന്നു. അതിൽ യാതൊരു രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജസും ഇല്ല. ഇപ്പോൾ ഈ SRFT പോയിട്ടുള്ള തന്നെ സിനിമ കാണുന്നത്, സിനിമയുടെ ഇഷ്ടമൊക്കെ പറഞ്ഞു. ശരണിന്റെ ഒരു സിനിമ വാച്ചിങ് എങ്ങനെയാണ് ശരിക്കും? അതായത് ഏത് ടൈപ്പ് ഓഫ് സിനിമകളാണ്, എന്ത് കൈൻഡ് ഓഫ് ജോൺറയാണ്, അതിലൊരു പെർട്ടിക്കുലർ ജോൺറേസ് ഉണ്ടോ പിക്ക് ചെയ്ത് കാണുന്ന, അങ്ങനെയുണ്ടോ? ജോൺറാസ് അങ്ങനെ ഇല്ല. കാരണം ഞാൻ എല്ലാ കൈൻഡ് ഓഫ് സിനിമയും കൺസ്യൂം ചെയ്യാറുണ്ട്. ചില ജോൺറാസ് ഇപ്പം കുറച്ചുകൂടെ ഇഷ്ടമാണ്, ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന പോലെ. അതെ, പക്ഷെ എല്ലാം കാണണം. ഇപ്പം എനിക്ക് ആക്ഷൻ ഫിലിം ഇഷ്ടമാണ്, കോമഡി ഇഷ്ടമാണ്, എല്ലാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്റർപേഴ്സണൽ സ്റ്റോറീസ് പറയുന്ന കഥകൾ അതെല്ലാം ഇഷ്ടമാണ്. ഒരു പേഴ്സണലി ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ, ഒരു ഫിലിം മേക്കർ അങ്ങനെ ചോദിച്ചാൽ? എന്നെ ഇതും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം ഞാൻ കാണാൻ തുടങ്ങിയ ഒരു ഫിലിം മേക്കറാണ്, ഡിസ്കവർ ചെയ്തൊരു ഫിലിം മേക്കറായിരുന്നു ക്രിസ്റ്റോഫ് കീസ്ലോവ്സ്കി, പോളിഷ് ഫിലിം മേക്കർ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമ 3 Colors Blue ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അത് തന്നെ ഒരുപാട് എന്താ പറയുക,
ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഞാനിപ്പം പറ്റുമ്പോഴൊക്കെ റീവിസിറ്റ് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ്. എഗെയിൻ അദ്ദേഹത്തിൻ്റെ സിനിമകളും ഈ ഒരു ഇൻ്റർപേഴ്സണൽ സ്പേസസിൽ ഒരുപാട് എന്താ പറയുക ഇന്നർ കോൺഫ്ലിക്ട്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഓൺ ദ സ്ക്രീൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിനിമകളാണ്. എന്നെ വല്ലാതെ ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇപ്പം 3 കളേഴ്സ് 3 പടങ്ങളായാലും, ഡബിൾ ലൈഫ് ഓഫ് വെറോണിക്ക ആയാലും, അങ്ങനെ ഡെക്കലോഗ് ആയാലും ഒക്കെ. ഈ ഇത്രയും ഇൻസ്പിറേഷൻസ് അല്ലെങ്കിൽ ഇത്രയും ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഫിലിം മേക്കേഴ്സ്, സിനിമ, ഇതെല്ലാം എനിക്കൊന്ന് സിനിമ കാണുന്ന എല്ലാവരുള്ളിലും പല രീതിയിൽ പല സ്റ്റൈലിൽ അകത്തുണ്ടാവും. അവിടെ നമ്മുടെ സിനിമ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്പിറേഷൻസ് വരും, നമ്മുടേതായിട്ടുള്ള ടേക്കുകളെല്ലാം വരുന്നുണ്ട്. ഈ കരിയർ ഇപ്പോൾ ഒരു തുടക്കം കുറിക്കുന്നു, കരിയറിന് മുന്നോട്ട് പോകുന്ന കൂട്ടത്തില് ഈ സിനിമ ഈ എന്താ പറയാ ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന സിനിമകളിൽ ഇതിലൊരു ജോൺറെ വ്യത്യാസം വേണം. സിനിമകൾ ഓഡിയൻസിലോട്ട് എത്തുമ്പോൾ ഇതിൽ അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തില് ഇയാളുടെ ആദ്യത്തെ പടമല്ല ഇത്, ഇനി വരുന്ന പടത്താണ്. അത്തരത്തിലൊരു പ്ലാൻ ഡിസൈൻ കരിയറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഉണ്ട് ഡെഫിനറ്റ് ആയിട്ടും. അത് പക്ഷെ ഒരിക്കലും ഓഡിയൻസ് കാണുമ്പം ഇതല്ല അതൊന്നും പറയുന്നതല്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ഒന്ന് ചെയ്തതല്ല പിന്നെ ചെയ്യുന്നു. എനിക്ക് നാരായണിയുടെ ഒരു രീതിയിലും നാരായണിയായിട്ട് സിമിലർ അല്ലാത്തൊരു കഥ ചെയ്യണം എന്നാണ് ആഗ്രഹം. രീതിയിൽ ഇൻ ദ സെൻസ് അത് ആ ഒരു സ്പേസ് ആയാലും, അല്ലെങ്കിൽ ആ ഒരു കഥ പറച്ചിലിൻ്റെ രീതി ആയാലും, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്സ് ആയാലും എല്ലാം തന്നെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനാണ് അടുത്തതിലേക്ക്. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും സംസാരിച്ച് നമ്മൾ ഈ പറഞ്ഞ വിഷ്വൽ സൗണ്ട് ഇതെല്ലാം പറയുന്നു, അവസാനം ചോദിക്കുകയാണെങ്കിൽ ഈ നാരായണയുടെ മൂന്നാൺമക്കൾ നമ്മൾ ഓഡിയൻസിന് പലതരത്തിലുള്ള ടേക്ക് അവേകളുണ്ട് സിനിമയിൽ നിന്ന്, പലതരത്തിൽ കണക്ട് ചെയ്യുന്ന പല മൊമെന്റുകളുണ്ട്. ആസ് എ ഫിലിം മേക്കർ, ആസ് എ പ്രേക്ഷകൻ, ആസ് എ റൈറ്റർ, ഇതെല്ലാം കഴിഞ്ഞ് ശരണ് നാരായണന്റെ മൂന്നാൺമക്കളിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണ്? മൊത്തം സിനിമ പറയണ്ട, അത് ഈ ശരണിന്റെ പേഴ്സണൽ മൊമെന്റ് കാര്യങ്ങൾ എന്തായിരിക്കും? സിനിമയിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണോ അതോ മൊത്തത്തിൽ എന്തോ ആവാം, സിനിമയ്ക്ക് അകത്തുള്ള ഒരു സീക്വൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് പ്രോസസ്സിൽ എന്തെങ്കിലും മൊമെന്റ് ആയിരിക്കാം. മൊമെന്റ് ആയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ ഇതായിരുന്നു, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. അതായത് എവിടെ നിന്നാണോ അത് സ്റ്റാർട്ട് ചെയ്തത്, ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഐ എം എ ഡിഫറെന്റ് പേഴ്സൺ ഇവോൾവ് ചെയ്തത്. ആ ഒരു ജേർണി ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം സാറ്റിസ്ഫൈങ് ആയിട്ടും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു ജേർണിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ എഴുതി തുടങ്ങിയ ഒരു ഇത്രയും കൊല്ലത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസും ലൈഫിൽ നടന്നൊരു ജേർണി എല്ലാം ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ് ആ സിനിമയുടെ ഒരു ജേർണിയും. അപ്പം ഇപ്പം ആ സിനിമ ഒരു തിയേറ്ററിലിരുന്ന് പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ആസ് എ വ്യൂവർ അത് കാണുമ്പം ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. അത് തന്നെയാണ് എൻ്റെ ടേക്ക് അവേ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നാരായണിക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും. താങ്ക് യു സോ മച്ച്. നൈസ്.